breaking updates now coming in. In an exclusive conversation with Times Now, one of the defected leaders has issued a clarification. Now, he insists that the leaders are not joining hands with the BJP, but their support is for an independent candidate. So, the former Congress Neta has ruled out any plans to join the BJP officially in the future as well. According to him, the collaboration is limited strictly to this vote. This statement comes even as the Congress faces uncomfortable questions over the defections and the alliance discipline as well. Listen in. നിങ്ങളും പിന്നെ വേറെ 7 ആൾക്കാർ കൂടിയിട്ടോ ടോട്ടൽ 8 UDF ആൾക്കാര് പെട്ടെന്ന് ഇന്നലെ തീരുമാനിച്ചു ദാറ്റ് ഇൻഡിപെൻഡന്റ് കാൻഡിഡേറ്റ് BJPയും കൂടെ സപ്പോർട്ട് ചെയ്യുന്ന കാൻഡിഡേറ്റിന് സപ്പോർട്ട് കൊടുക്കാൻ. ഇതിപ്പോ ഭയങ്കര വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു നിങ്ങൾ BJPനെ ജോയിൻ ചെയ്യാൻ പോവാണ് അങ്ങനെ ഇങ്ങനെ. ഇതില് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അല്ല, ഇതില് നമ്മൾ BJP ആയിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ UDFന്റെ കൂടെ നിന്നിരുന്ന പ്രസിഡന്റ് കാൻഡിഡേറ്റ് നമ്മൾ രാവിലെ വരെ തീരുമാനിച്ചിരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളെ CPM-കാരെ അദ്ദേഹത്തെ പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളാകെ പ്രതിസന്ധിയിലായി. UDF അവിടെ എന്താണ് ചെയ്യുക എന്നാലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ UDFന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ നമ്മൾ പ്രസിഡന്റ് കാൻഡിഡേറ്റ് നമ്മൾ നിശ്ചയിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് ആ ഒരു നീക്കം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ UDF നിർത്തിയ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നമ്മുടെ കൂടെയുള്ള 9 വോട്ട് ഉറപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോഴാണ് ഈ BJPയുടെ പിന്തുണ, അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് BJPയുടെയും കൂടി വോട്ട് അതിൽ കിട്ടുകയാണ്. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ധാരണയാണ്. പക്ഷെ UDFനെ ക്വിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ 8 പേര് മാറിയിട്ട് ഒരു ഡിസിഷൻ എടുത്തതെന്ന് പറഞ്ഞു ഒരു വിമർശനം. അതൊക്കെ വലിയ രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. അത് CPM-ന്റെയും അതുപോലെ തന്നെ BJPയുടെ ഒക്കെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വാർത്തയാണ്. അത് ഇന്ന് ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തിയത് വ്യക്തമായിട്ട് അത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അവർ തെറ്റായ ഒരു വാർത്ത അവർ പ്രചരിപ്പിച്ചു. ഇന്ന് ചീഫ് മിനിസ്റ്ററും എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് ദാറ്റ് UDFും BJPയും കൂടി ചേർന്നിട്ടുള്ള ഒരു കളിയാണ്. ഇല്ല, അതില് തീർച്ചയായിട്ടും അതൊരു വ്യാജമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ ആ സാഹചര്യം അതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിലൊരു നടപടി എടുത്തത്. നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ പ്രസിഡന്റായിട്ട് നിർത്തിയത്. അത് BJPയുടെ പിന്തുണ അവർ കൊടുക്കുകയാണ്. അവരുടെ ഇഷ്ടത്തോടു കൂടി അവർ ചെയ്യാണ് ചെയ്തത്. അല്ലാതെ നമ്മൾ ഒരിക്കലും BJPയുടെ സഹായം ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പൊ സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയതുകൊണ്ട് അവർ BJPയുടെ സഹായം അവർക്ക് കൊടുക്കുക ചെയ്തു. നമ്മൾ ഒരു കാരണവശാലും BJP ആയിട്ടൊരു കൂട്ടുകെട്ടിനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടിക്ക് നമ്മൾ പോവില്ല. UDFന്റെ അത് ഉറച്ച തീരുമാനമാണ്. അത് നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള തീരുമാനമാണ്.